പ്രണയം, കലാപം, ഭവനം ഈ പറഞ്ഞതിന്റെ നഷ്ടങ്ങളാണ് കലയെ പലപ്പോഴും ആർദ്രവും കലാപവുമാക്കുന്നത്. ടേക്ക് ഓഫ് എന്ന സിനിമ സംസാരിക്കുന്നതും ഇവയെ പറ്റിയാണ്. എല്ലാവർക്കും പൊതുവെ പരിചിതമായൊരു കഥയെ എങ്ങനെ സംവിധായകൻ സമീപിക്കും എന്ന വെല്ലുവിളി മഹേഷ് നാരായണൻ ഭംഗിയായി ഏറ്റെടുത്ത് തെളിയിച്ചിരിക്കുന്നു. മുഖ്യ കഥാപാത്രം കടന്നുപോകുന്ന വഴികൾ, ആ സഞ്ചാരങ്ങൾ, ഓർമ്മ, പണം, മതം, ബന്ധങ്ങൾ, സ്വാർത്ഥതകൾ, പ്രണയം, അങ്ങനെ മനുഷ്യന്റെ പരിമിതവും എന്നാൽ തീവ്രവുമായ ചുറ്റുപാടുകൾ വരുത്തുന്ന സ്വാധീനങ്ങൾ എന്നിവയിലൂടെ കഥ നീളുമ്പോൾ ആ കൃത്യമായ അടിത്തറയിൽ നിന്നുകൊണ്ട് രണ്ടാം പകുതിയിലേക്ക് കടക്കുവാനും അവിടെ മലയാള സിനിമയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു പശ്ചാത്തലത്തെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകളുടെ കുറവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ അവതരിപ്പിക്കുവാനും സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു. അഭിനേതാക്കളെല്ലാം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫഹദ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി തുടങ്ങിയവരെല്ലാം നല്ല സ്വാഭാവികവും എന്നാൽ വ്യക്തവുമായ വ്യക്തിത്വം ഉള്ളതുമായ അഭിനയം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നുണ്ട്. പാർവതി എപ്പോഴത്തെ പോലെ തന്നെ ആയാസരഹിതമായി തന്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കി. അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ. സൂഫി സംഗീതത്തിന്റെ സ്വാധീനം നിഴലിക്കുന്ന ഷാൻ റഹ്മാന്റെ ഗാനങ്ങൾ കഥയ്ക്ക് അനുയോജ്യമാണെങ്കിലും മനസ്സിൽ നിൽക്കുന്നവയല്ല. അതേപോലെ തന്നെ ഗോപി സുന്ദർ കൈകാര്യം ചെയ്ത പശ്ചാത്തല സംഗീതം പലപ്പോഴും മടുപ്പിക്കുന്നതും കഥയ്ക്കൊരു ബാധ്യതയായി മാറുന്നുമുണ്ട്. വിശ്വരൂപം, ഏക്ത എന്നിങ്ങനെ ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ അനുഭവമുള്ള സനു ജോൺ വർഗീസിന്റെ ഛായാഗ്രഹണം കഥ പറയലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മുടെ സിനിമയുടെ പരിമിതികളെ, പ്രത്യേകിച്ച് സാമ്പത്തിക പരിമിതികളെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഛായാഗ്രാഹകന്റെ പ്രകടനം പ്രശംസനീയം തന്നെ. എഡിറ്റിംഗ് മികവ് ഈ ചിത്രത്തിന്റെ കാഴ്ചയെ മനോഹരമാക്കുന്നു. പക്ഷേ വിഷ്വൽ എഫക്ട്സ് എടുത്തറിയുന്നു എന്നത് പോരായ്മ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നല്ല ടേക്ക് ഓഫ്. പക്ഷേ തന്റെ കന്നി സംവിധാന സംരംഭം വിഷയത്തിന്റെ തീവ്രത കൊണ്ടും കലാകാരങ്ങളുടെ അവതരണം കൊണ്ടും മനസ്സുകളുടെ പ്രവചനാതീതമായ തീക്ഷ്ണത കൊണ്ടും അടയാളപ്പെടുത്തേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നതിൽ സംവിധായകന് അഭിമാനിക്കാം. ചിത്രം നിർമ്മിച്ച ആൻഡോ ജോസഫും കൂട്ടരും മൺമറഞ്ഞ സംവിധായകൻ രാജേഷ് പിള്ളയുടെ സ്വപ്നങ്ങളെ ഇനിയും ഉയരങ്ങളിലെത്തിക്കട്ടെ. രാജേഷ് പിള്ള ഫിലിംസ് നല്ല സിനിമകളുടെ വക്താക്കളായി വളരണം. അതൊരാഗ്രഹവും കടമയുമാണ്. നിസ്സഹായതയുടെ നിമിഷങ്ങൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. യുദ്ധഭൂമിയിലും വീടിന്റെ 4 ചുവരിനുള്ളിലും അതിനൊരേ ഭാഷയാണ്. അവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിജീവനത്തിന്റെ വഴികളും അതിന്റെ പരിമിതികൾ ഇല്ലായ്മയാകണം. അതിജീവനത്തിന്റെ കഥകൾ മനുഷ്യർക്ക് എന്നും പ്രിയപ്പെട്ടതാകുന്നു. ടേക്ക് ഓഫ് അങ്ങനെ ഒരു സിനിമയാണ്. ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ. സിനിമ കണ്ടവർക്ക് അഭിപ്രായം താഴെ കമന്റുകളിൽ രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.